ഹിന്ദുണരണം ഹിന്ദുണരണം എന്ന് ആർപ്പുവിളി കേട്ട് അവസാനം ഇന്ത്യക്കാരെല്ലാം ഉണർന്നു. ഇന്ത്യക്കാർ ഉണർന്നതിന്റെ ഒച്ചപ്പാടും ബഹളമാണ് ഇപ്പൊ ജന്തർ മന്ദറിലാണെങ്കിലും തലസ്ഥാന നഗരിയിലാണെങ്കിലും. നീറ്റ് പരീക്ഷാ ചർച്ചയുടെ പേരിൽ മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. രാജിവെച്ചെങ്കിലും കുപ്പി പഴയത് തന്നെ. എന്നാലും ഒരടി കിട്ടി. അടുത്തടി പാർലമെന്റിൽ അമിത്ഷാ പാർലമെന്റിൽ ഹാജരാകണമെന്ന് അമിത്ഷായോട് പറയാൻ കിരൺ റിജിജുവിനോട് രാജ്യസഭാ അധ്യക്ഷന് പറയേണ്ടി വന്നു. പ്രതിപക്ഷ സ്വരം കനക്കുന്നു. അപ്പോഴാണ് രാജ്യത്താകമാനം വേറൊരു കാര്യത്തിന് ഒച്ചപ്പാട് കേൾക്കുന്നത്. അത് നമ്മുടെ കൽക്കരിജിക്കെതിരായിട്ടാണ്. പെട്രോളിനകത്ത് എഥനോൾ ചേർക്കുന്നതിനെ കുറിച്ചാണ്. അങ്ങനെ ചേർക്കുന്ന കൽക്കരിജിയുടെ മക്കളായ നിഖിലിന്റെയും സാരംഗിയുടെയും കമ്പനിയിൽ നിന്ന് വരുന്ന കരിമ്പൻ നീര് പെട്രോളിൽ ചേർക്കുന്നതിനെതിരെ രാജ്യമൊട്ടാകെ കലാപം വരികയാണ്. ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം പെട്രോൾ പമ്പിൽ പോയപ്പോഴാണ് അവിടെ എഴുതി വെച്ചേക്കുന്നു, ഇനി കുപ്പിയിലോ കന്നാസിലോ പെട്രോൾ വാങ്ങിക്കാൻ കഴിയില്ല. അതിന് പ്രത്യേകമായ കണ്ടെയ്നർ ഉണ്ട്. ആ കണ്ടെയ്നറിന്റെ ചിത്രം അതിനകത്തുള്ളത് കറുത്ത കണ്ടെയ്നറാണ്. അതായത് ഈ അടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ കുപ്പിയിൽ മേടിച്ച പെട്രോളിനകത്ത് എത്രത്തോളം എഥനോൾ ഉണ്ട് എന്നതിന് തെളിവായി കാണിച്ചിട്ട് റീലുകളൊക്കെ വരാൻ തുടങ്ങി. ഇപ്പൊ നാടൊട്ടുക്ക് ഇത് പ്രചരിക്കുമ്പോൾ നാട്ടുകാർ മനസ്സിലാക്കുമല്ലോ. നേരത്തെ പറഞ്ഞു കേട്ട കാര്യം മാത്രമാണ്. ഇത് വ്യക്തമായിട്ട് ഇങ്ങനെ കാണാൻ തുടങ്ങിയപ്പോ കൽക്കരിജി വീണ്ടും ആദ്യമുണ്ട്. അതുകൊണ്ട് ഇനി പെട്രോള് കന്നാസി കൊടുക്കില്ല, കുപ്പി കൊടുക്കില്ല തീരുമാനമായിട്ട്. പണ്ട് തൊട്ടേ ഈ പെട്രോൾ വെച്ചോണ്ട് ഒരു തട്ടിപ്പാ. 40 രൂപയ്ക്ക് വാങ്ങിക്കുന്ന പെട്രോള് ഭൂട്ടാന് 52 രൂപയ്ക്കും, മ്യാൻമറിന് 55 രൂപയ്ക്കും, ശ്രീലങ്കയ്ക്ക് 64 രൂപയ്ക്കും, ബംഗ്ലാദേശിന് 60 രൂപയ്ക്കും ഇന്ത്യ വിൽക്കുന്ന പെട്രോൾ ഇന്ത്യക്കാരൻ വാങ്ങിക്കുമ്പോൾ 114 രൂപ 19 പൈസ കൊടുക്കണം. അങ്ങനെ 114 രൂപ 19 പൈസയ്ക്ക് ഇന്ത്യക്കാരൻ മേടിക്കുന്ന പെട്രോളിനകത്ത് 20% കരിമ്പന്തീര് മക്കളുടെ വക. അങ്ങനെ നഷ്ടത്തിൽ കിടന്ന മക്കളുടെ കമ്പനി 50 കോടിയിലധികം മെച്ചത്തിപ്പുള്ള കമ്പനിയായിട്ട് മാറി. അങ്ങനെ മക്കൾക്ക് പോഷകാഹാരത്തിന് വേണ്ടി നമ്മുടെ കഞ്ഞിയിൽ പാറ്റയിടുന്ന പരിപാടി നാട്ടുകാരിപ്പ് എതിർക്കുന്നു. എതിർപ്പുകൾ ഇനിയും വരും. EVM-നെതിരെ വരും. തട്ടിപ്പുകളൊക്കെ തുറന്നു കാട്ടപ്പെടും. വർഗീയത കൊണ്ടും മതരാഷ്ട്രീയം കൊണ്ടും ഇന്ത്യയെ വിഭജിക്കാനാവില്ലെന്ന് ഇന്ത്യ ഒന്നാകെ പറയുകയാണ്. രാജ്യത്താകമാനമുണ്ടാകുന്ന ഈ പ്രക്ഷോഭങ്ങളിൽ പങ്കുചേരേണ്ടവരാണ് നമ്മൾ. ആശയം കൊണ്ടും അഭിപ്രായം കൊണ്ടും നാം അത് തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കണം. മറുപടിയുമായി വരുന്ന തെരുവിളികൾക്ക് സ്വാഗതം. തെരുവിളികൾ ഓരോന്നും തെളിയിക്കുന്നത് നമ്മൾ പറയുന്നത് സത്യമാണെന്നാണ്. സത്യമല്ലെങ്കിൽ വസ്തുത കൊണ്ട് എതിർക്കാൻ പറ്റണം. വസ്തുത ഇല്ലാതെയാകുമ്പോൾ, എതിർക്കാൻ ന്യായമില്ലാതെയാകുമ്പോൾ പിന്നെ അവസാന ആശ്രയമാണ് തെരുവിളികൾ, കൊലവിളികൾ. അതൊക്കെ രാജ്യത്ത് വരുന്നുണ്ട്. അത് കാണുമ്പോൾ മനസ്സിലാക്കുക, നമ്മൾ സത്യപക്ഷത്താണ്. ഇന്ത്യയുടെ ദേശീയ പ്രക്ഷോഭമാണിത്. ഇതിലൊക്കെ നമുക്ക് പങ്കാളിത്തമുണ്ടാകണം.